ഫോർ ജോയിനിങ് ടുഡേയ്സ് ക്ലാസ്. നമ്മൾ വാണ്ട് എന്ന് പറയുന്ന വെർബിൻ്റെ പാർട്ട് 2 ആണിത്. അപ്പോൾ വാണ്ടിൻ്റെ ഫസ്റ്റ് ക്ലാസ് നിങ്ങൾ കാണുക, അത് കണ്ടിട്ട് പാർട്ട് 2 കാണുക. എന്നാൽ മാത്രമേ നമുക്കൊരു ക്ലിയർ പിക്ചർ കിട്ടുള്ളൂ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ വാണ്ടിൻ്റെ 4ാമത്തെ ഉപയോഗമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ സെൻറ്റൻസ് സ്ട്രക്ചർ ഒന്ന് ശ്രദ്ധിക്കുക. സബ്ജക്റ്റ് പ്ലസ് വാണ്ട് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് ടു പ്ലസ് V1. അപ്പോൾ ഇവിടെ ടു കം വിത്ത് യു. അപ്പോൾ ഐ വാണ്ട് ടു കം വിത്ത് യു എന്ന് പറയുമ്പോൾ എനിക്ക് നിൻ്റെ കൂടെ വരണമെന്ന് ആഗ്രഹമുണ്ട് അല്ലേ. ഐ വാണ്ട് ടു കം വിത്ത് യു. പക്ഷേ ആ യുവിൻ്റെ സ്ഥാനം ഇവിടെ വന്നാലും അവസാനത്തിന് പകരം ഇവിടെ വന്നാൽ എന്ത് സംഭവിക്കും? ഐ വാണ്ട് യു ടു കം വിത്ത് മീ. സെൻറ്റൻസിൻ്റെ സ്ട്രക്ചറേ മാറി, അർത്ഥവും മാറി. അപ്പോൾ ഐ വോണ്ട് യു ടു കം വിത്ത് മീ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എൻ്റെ കൂടെ വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഓക്കെ, അതാണ് അർത്ഥം. നിങ്ങൾ എൻ്റെ കൂടെ വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. മനസ്സിലായി? അപ്പോൾ ഐ വോണ്ട് യു ടു കം വിത്ത് മീ. നിങ്ങൾ എൻ്റെ കൂടെ വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതിൻ്റെ മലയാളം ഇംഗ്ലീഷും പഠിച്ചു വെക്കാം. ദെൻ ഹി വോണ്ട്സ് ഹർ ഹെൽപ്പ് ടു കംപ്ലീറ്റ് ദ വർക്ക് ബിഫോർ ദ ഡെഡ് ലൈൻ. ഡെഡ് ലൈൻ എന്ന് പറയുമ്പോൾ നമുക്ക് നേരത്തെ ഒരു ടൈം തന്നിട്ടുണ്ടോ, ഒരു ഫിക്സഡ് ടൈം. ഇപ്പം 20-ാം തീയതിക്ക് മുമ്പ് നമുക്ക് ആ ഒരു വർക്ക് ചെയ്ത് തീർക്കണം. അപ്പോൾ 20-ാം തീയതി അതാണ് നമ്മുടെ ഡെഡ് ലൈൻ. ഓക്കെ, അപ്പോൾ ഹി വോണ്ട്സ് ഹർ ഹെൽപ്പ്. അപ്പോൾ ഇതാണ് അവിടുത്തെ ഒബ്ജക്റ്റ്. ഹി വോണ്ട്സ് ഹർ ഹെൽപ്പ് ടു കംപ്ലീറ്റ് ദ വർക്ക് ബിഫോർ ദ ഡെഡ് ലൈൻ. ആ വർക്ക് ഡെഡ് ലൈനിന് മുമ്പ് കംപ്ലീറ്റ് ചെയ്യുവാൻ അവന് അവളുടെ ആവശ്യമുണ്ടെന്ന്, അവളുടെ സഹായം ആവശ്യമുണ്ട്. ഓക്കെ, ഹി വോണ്ട്സ് ഹർ ഹെൽപ്പ്. എന്തിന്? ടു കംപ്ലീറ്റ് ദ വർക്ക് ബിഫോർ ദ ഡെഡ് ലൈൻ. ക്ലിയർ? സെൻറ്റൻസ് കുറച്ച് നീണ്ടുപോയോ? കുഴപ്പമില്ല. ഓക്കെ, ദെൻ അടുത്ത 3ാമത്തെ സെൻറ്റൻസ് ഷീ വോണ്ട്സ് മീ. അപ്പോൾ ഷീ വോണ്ട്സ് മീ എന്ന് പറയുമ്പോൾ എന്താ? അവൾ ആഗ്രഹിക്കുന്നുണ്ട് എന്തിന്? ടു ബി ആൻ എൻജിനീയർ. അപ്പം ഞാനൊരു എൻജിനീയർ ആകാനാണ് അവളുടെ ആഗ്രഹം. അത്രേ ഉള്ളത് അല്ലേ. അല്ലാതെ വേർഡ് ബൈ വേർഡ് മീനിങ് എടുക്കരുത്, അപ്പോൾ കൺഫ്യൂഷൻ ആവും സ്ട്രക്ചർ എങ്ങനെയാണ് പോവുക എന്നുള്ളത്. അപ്പം ഞാനൊരു എൻജിനീയർ ആകണം എന്നാണ് അവളുടെ ആഗ്രഹം. ഓക്കെ, അല്ലെങ്കിൽ മൈ മദർ വാണ്ട്സ് മീ ടു ബി ആൻ എൻജിനീയർ. എൻ്റെ അമ്മയ്ക്ക് ഞാനൊരു എൻജിനീയർ ആകണം എന്നാണ് ആഗ്രഹം അല്ലേ. എത്ര സിമ്പിളായിട്ട് നമുക്കത് പറയാം. മൈ മദർ വാണ്ട്സ് മീ ടു ബി ആൻ എൻജിനീയർ. ഇനി ഇവിടെ മൈ മദർ അല്ലെങ്കിൽ ഷീ എന്നൊക്കെ വന്നുകൊണ്ടാണ് വാട്ട്സ് വന്നത്, വാണ്ട്സ് വന്നത്. ഇനി ഇതൊരു പ്ലൂറൽ ആണെങ്കിലോ, 3rd പേഴ്സൺ പ്ലൂറൽ ആണെങ്കിലോ, മൈ പാരൻസ് എന്ന് പറയുമ്പോൾ വാണ്ട് മതി. മൈ പാരൻസ് വാണ്ട് മീ ടു ബി ആൻ എൻജിനീയർ. ക്ലിയർ? ഗ്രേറ്റ്. ദെൻ ക്വസ്റ്റ്യൻ നോക്കൂ. ഈ രണ്ടെണ്ണത്തിൻ്റെ വ്യത്യാസം എന്താണ്? അപ്പം ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പ്രാക്ടീസ് ചെയ്തതാണ്. ഡു യു വാണ്ട് ടു ഗോ റൈറ്റ് നൗ? നിനക്ക് ഇപ്പം തന്നെ പോകണോ? ഡു യു വാണ്ട് ടു ഗോ റൈറ്റ് നൗ? നിനക്ക് ഇപ്പം തന്നെ പോകണോ? പക്ഷേ ഈ ആദ്യത്തെ നോക്കൂ, ഡു യു വാണ്ട് മീ ടു ഗോ റൈറ്റ് നൗ. ഇവിടെ ഒരു മീ വന്നോണ്ട. അപ്പോൾ സെൻറ്റൻസിൻ്റെ അർത്ഥം കംപ്ലീറ്റ് മാറി. ഡു യു വാണ്ട് മീ ടു ഗോ റൈറ്റ് നൗ. ഞാനിപ്പോൾ പോകണം എന്നാണോ നിൻ്റെ ആഗ്രഹം എന്ന്? മനസ്സിലായോ? ഡു യു വാണ്ട് മീ ടു ഗോ റൈറ്റ് നൗ. ഞാൻ ഇപ്പോൾ തന്നെ പോകണോ, അങ്ങനെയാണോ നീ ആഗ്രഹിക്കുന്നത്? അപ്പോൾ ഡു യു വാണ്ട് മീ ടു ഗോ റൈറ്റ് നൗ. അപ്പോൾ അമ്മി ഇത് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്ത് വന്നാൽ മാത്രമേ അത് നമ്മുടേതായിട്ട് നമുക്ക് പിന്നെ ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ പഠിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അത് കുറേ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ അത് ശരിയായിക്കോളും. അപ്പം നിങ്ങളത് അത്ര വിഷമിക്കേണ്ട കാര്യമില്ല. ഡു യു വാണ്ട് മീ ടു ഗോ റൈറ്റ് നൗ. ഞാനിപ്പോൾ പോകണമെന്നാണോ നിൻ്റെ ആഗ്രഹം? ഡു യു വാണ്ട് ടു ഗോ റൈറ്റ് നൗ. നിനക്കിപ്പോൾ പോകണോ? അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, ഇനി നമ്മൾ ആ സ്ട്രക്ചർ ക്ലിയർ ആയല്ലോ. ഇനി വേറൊരു സ്ട്രക്ചർ നോക്കൂ. ഈ സ്ട്രക്ചറിൽ കംപ്ലീറ്റ് വ്യത്യാസമായിട്ടുള്ള വേറൊരു സ്ട്രക്ചർ ആയത് കേട്ടോ, 5ാമത്തത്. അപ്പോൾ ഇത് നമ്മളൊരു നോക്കൂ, ടേക്ക് വാട്ട് യു വാണ്ട്. അതിൻ്റെ മീനിങ് നോക്കൂ. ടേക്ക് വാട്ട് യു വാണ്ട് എന്തായിരിക്കും മീനിങ്? ഒന്ന് ഗസ് ചെയ്ത് നോക്കിയേ നിങ്ങൾ. ടേക്ക് എന്ന് പറഞ്ഞാൽ എടുക്കൂ. ഓക്കെ, ടേക്ക് വാട്ട് യു വാണ്ട്. ഓക്കെ, നിനക്ക് എന്താണ് വേണ്ടത്? ഓക്കെ, നിനക്ക് എന്താണ് ആഗ്രഹം അതെടുത്തോളൂ. അപ്പോൾ നമ്മുടെ മുമ്പിൽ കുറച്ച് സാധനങ്ങളുണ്ട് അല്ലേ. നിനക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ എടുത്തോളൂ. നമ്മൾ പറയും ടേക്ക് വാട്ട് യു വാണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഡു വാട്ട് യു വാണ്ട്. നിനക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യും. ഓക്കെ, നിനക്ക് എന്താണ് ചെയ്യാൻ ആഗ്രഹം അത് നീ ചെയ്യും. അപ്പോൾ ഡു വാട്ട് യു വാണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഗോ വേർ എവർ യു വോണ്ട്. അപ്പോൾ വേർ എവർ എന്ന് പറഞ്ഞാൽ
എവിടെയൊക്കെയാണോ നിനക്ക് പോകാൻ ആഗ്രഹം അവിടെയൊക്കെ നീ പോകും. ഓക്കെ, ഗോ വെർ എവർ യു വോണ്ട്. നമുക്ക് ഈ ടേക്ക് ഇവിടെ നമുക്ക് വാട്ട് എവർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. വാട്ട് എവർ, നിനക്ക് എന്തൊക്കെയാണോ വേണ്ടത് അതൊക്കെ എന്നുള്ള അർത്ഥമാണ് വരിക. വാട്ട് എവർ, വാട്ട് എവർ. ടേക്ക് വാട്ട് എവർ യു വോണ്ട്, നിനക്ക് വേണ്ടതെല്ലാം നീ എടുത്തോളൂ. ടേക്ക് വാട്ട് എവർ യു വോണ്ട്. എത്ര ബ്യൂട്ടിഫുൾ ആയ സെൻറ്റൻസ് ആണെന്ന് നോക്കൂ അല്ലേ. ഇതുപോലെ നീട്ടിയുള്ള വലിയ സെൻറ്റൻസ് അല്ല, അപ്പോൾ ഇതുപോലെയുള്ള ഷോർട്ട് സെൻറ്റൻസ് നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിൽ വളരെയധികം നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണേ. വാട്ട് എവർ, ടേക്ക് വാട്ട് എവർ യു വോണ്ട്, ഗോ വെർ എവർ യു വോണ്ട്. ക്ലിയർ? അപ്പോൾ ഇതുപോലെയുള്ള കൂടുതൽ സെൻറ്റൻസുകൾ കണ്ടെത്തി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കൂടുതൽ സെൻറ്റൻസ് കിട്ടുമ്പോൾ നിങ്ങളത് എന്നോടും കൂടി ഷെയർ ചെയ്യുക. അപ്പോൾ എനിക്കും പഠിക്കാം, നിങ്ങൾക്കും പഠിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ലേണിംഗ് എന്ന് പറയുന്നത് അതാണ് അല്ലേ, നമ്മൾ പരസ്പരം ഷെയർ ചെയ്ത് പഠിക്കുക. റൈറ്റ്. ഇനി ആറാമത്തെ സ്ട്രക്ചർ നോക്കൂ. ഇവിടെ എന്ന് പറയുമ്പോൾ ചെറിയൊരു വളരെ ഉപയോഗമുള്ള ഒരു സെൻറ്റൻസ് ആണ്. നോക്കൂ, ഇപ്പോൾ ഞാൻ പറയുന്നു, ഇപ്പോൾ മൈ ബ്രദർ, അവൻ കളിക്കാൻ പോയി വന്ന് ഷർട്ടൊക്കെ വളരെ ചെളി പിടിച്ച് ആകെ പൊടി പിടിച്ച് അവൻ ഉള്ള ഒരു ഷർട്ടായിട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറയണം, അവനെ നോക്കി പറയണം, യുവർ ഷർട്ട് വാണ്ട്സ് വാഷിംഗ്. ഓക്കെ, യുവർ ഷർട്ട് അതാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അപ്പോൾ എപ്പോഴും ഹി, ഷീ, ഇറ്റ്, റീന, സാറ അത് മാത്രമല്ല സബ്ജക്റ്റ് അല്ലേ. യുവർ ഷർട്ട് വാണ്ട്സ്, ഷർട്ട് ആയതുകൊണ്ട് തേർഡ് പേഴ്സൺ സിംഗുലർ ആണ്. യുവർ ഷർട്ട് വാണ്ട്സ് വാഷിംഗ്, നിന്റെ ഷർട്ട് അലക്കാറായിരിക്കുന്നു. മനസ്സിലായി? യുവർ ഷർട്ട് വാണ്ട്സ് വാഷിംഗ്. ഇവിടെ ING നിർബന്ധമായിട്ടും കൊടുക്കണം. അപ്പോൾ ഇത് വേറൊരു ഡിഫറെൻ്റ് ആയ സ്ട്രക്ചറാണ്, വളരെ ഉപകാരമല്ലേ ഇത്. അടുത്ത് നോക്കൂ, അവർ കിച്ചൺ വാണ്ട്സ് പെയിൻറ്റിങ്. നമ്മളുടെ കിച്ചൺ പെയിൻറ്റ് ചെയ്യാറായിരിക്കുന്നു. മനസ്സിലായോ? പെയിൻറ്റ് ചെയ്യാറായിരിക്കുന്നു. ഓക്കെ, അത് പെയിൻറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ് എന്ന് പറയില്ലേ നമ്മൾ. അവർ കിച്ചൺ വാണ്ട്സ് പെയിൻറ്റിങ്, ആകെ അലങ്കോലമായി കിടക്കുകയാണ്. അപ്പോൾ പെയിൻറ്റിങ് എല്ലാം കളറെല്ലാം ഫെയ്ഡാക്കി ഇരിക്കുകയാണ്. അപ്പോൾ പറയാണ് അവർ കിച്ചൺ വാണ്ട്സ് പെയിൻറ്റിങ്. ദെൻ ഹിസ് റൂം വാണ്ട്സ് ക്ലീനിങ്. അവൻ്റെ റൂം ഇറ്റ് ഈസ് ഫുൾ ഓഫ് മെസ് അല്ലേ, അകപ്പാട് താറുമാറായി കിടക്കുകയാണ്. അപ്പോൾ നമുക്കെന്ത് പറയാം, ഹിസ് റൂം വാണ്ട്സ് ക്ലീനിങ്. റൈറ്റ്. ദെൻ ഹെയർ, അവളുടെ മുടി വാണ്ട്സ് കട്ടിങ്, മുടി മുറിക്കാറായിരിക്കുന്നു. ക്ലിയർ? അപ്പോൾ നമുക്ക് ഇനി അവളുടെ ഹെയർ എന്ന് വന്നുകൊണ്ടാണ് വാണ്ട്സ് എന്ന് വന്നത്. ഇനിയിപ്പോൾ ഇവിടെ ദേർ ആണെങ്കിലോ, ദേർ അവരുടെ, THEIR, അപ്പോൾ വാണ്ട് മതി. കാരണം എന്താ, ദേർ എന്ന് പറയുമ്പോൾ തേർഡ് പേഴ്സൺ പ്ലൂറല്ലേ. ദേർ ഹെയർ വാണ്ട് കട്ടിങ്. ഓക്കെ, അവരുടെ മുടി മുറിക്കാറായിരിക്കും. നമ്മൾ കുട്ടികളെ നോക്കി പറയണം, അവരുടെ മുടി മുറിക്കാറായിരിക്കുന്നു. അപ്പോൾ ഇവിടെ കട്ട് എന്നുള്ള വർബിൻ്റെ ING മസ്റ്റായിട്ട് കൊടുക്കുക. ക്ലിയർ അല്ലേ? ഇനി ഏഴാമത്തെ നോക്കൂ. ഈ സ്ട്രക്ചറൊക്കെ പോസ് ചെയ്ത് കൃത്യമായിട്ട് മനസ്സിലാക്കി പോവുക. ഇനി ഏഴാമത്തെ, യു ആർ വാണ്ടഡ് അപ്സ്റ്റെയർസ്. അതിപ്പോൾ നമ്മളിപ്പോൾ എന്താ ഒരു റിക്വസ്റ്റ് നടത്തുകയാണ് ഒരാളോട്. ഇപ്പം നമ്മുടെ കമ്പനി, ഓക്കെ, നമ്മളൊരു കമ്പനി നടത്തുകയാണ്. അപ്പോൾ അവിടെ ഡൗൺ സ്റ്റേഴ്സിലും അപ് സ്റ്റേഴ്സിലും ഒക്കെ ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, പല നിലകളിലായിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ സീനിയർ ഹീസ് വെരി സ്മാർട്ട്, ഹീസ് വെരി ഹാർഡ് വർക്കിംഗ് അല്ലേ. അപ്പോൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന എന്തിനും ഏതിനും കമ്പനിയിൽ അവൻ മതി. ക്ലിയർ? അപ്പോൾ പറയണം, നിൻ്റെ ആവശ്യം അപ്സ്റ്റെയറിൽ നിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ. മനസ്സിലായോ? നിങ്ങളുടെ പ്രസൻസ് അവിടെ ആവശ്യമാണെന്ന് പറയണം. അപ്പോൾ പറയണം, യു ആർ വാണ്ടഡ് അപ്സ്റ്റെയർസ്. അപ്പോൾ ഇവിടെ ആർ ശ്രദ്ധിക്കും. വാണ്ടഡ്, നിന്നെ ആവശ്യമുണ്ട്, ഇതൊരു പാസീവ് ഫോമാണ്. ക്ലിയർ? അപ്പോൾ അതൊക്കെ നമ്മൾ പിന്നീട് പഠിക്കും, ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ്. ഇപ്പോൾ ഈ സെൻറ്റൻസ് മാത്രം പഠിച്ചാൽ മതി. യു ആർ വാണ്ടഡ് അപ്സ്റ്റെയർസ്. എന്നെ അവിടെ ആവശ്യമുണ്ടെന്ന് അർത്ഥം. ഇനി ഹി ഈസ് ദ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽ ഇൻ ഇന്ത്യ. സപ്പോസ് നമുക്ക് ഒരു നൊട്ടോറിയസ് ഒരു കുപ്രസിദ്ധ ക്രിമിനൽ, അദ്ദേഹം ഇപ്പോൾ അമേരിക്കയിലുള്ളത്, അവരുടെ കസ്റ്റഡിയിലാണ്, ആ രാജ്യത്താണ് ഉള്ളത്. പക്ഷേ അവനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരണവരെ അല്ലേ. അപ്പോൾ പറയണേ, ഹി ഈസ് ദ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽ ഇൻ ഇന്ത്യ. ക്ലിയർ? അപ്പോൾ നമ്മൾ പോലീസുകാരൊക്കെ ഇവരൊക്കെ അന്വേഷിക്കുമ്പം അല്ലെങ്കിൽ അവരെ പിടികിട്ട പുള്ളികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ടേംസൊക്കെ നമ്മൾ ന്യൂസിലൊക്കെ വായിക്കാറുണ്ട്. ഹി ഈസ് ദ മോസ്റ്റ് വാണ്ടഡ്. ഓക്കെ, ഹി ഈസ് ദ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽ ഇൻ ഇന്ത്യ. ഓക്കെ, ദെൻ അടുത്തത്, ഇറ്റ് ഈസ് ദ മോസ്റ്റ് വാണ്ടഡ് എക്യുപ്മെൻറ്റ് ഇൻ അവർ ലാബ്.
അപ്പോൾ നമ്മളൊരു മെഷീൻ, ഒരു സൊഫിസ്റ്റിക്കേറ്റഡ് മെഷീൻ നമ്മുടെ ലാബിലുണ്ട്. അപ്പോൾ ഏത് ലാബ് ആയിക്കോട്ടെ, ഒരു ഹോസ്പിറ്റൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു കെമിസ്ട്രി ലാബ് ആയിക്കോട്ടെ, ഓക്കെ. അപ്പോൾ അവിടെ പറയാണ്, ഇത് നമ്മുടെ ലാബിലേക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ഒരു എക്യുപ്മെൻ്റാണ്, ഒരു ഉപകരണമാണ്. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് ദ മോസ്റ്റ് വാണ്ടഡ് എക്യുപ്മെൻറ്റ് ഇൻ അവർ ലാബ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇറ്റ് ഈസ് ദ മോസ്റ്റ് വാണ്ടഡ് തിങ് അങ്ങനെ പറയാം. ഓക്കെ, അപ്പോൾ ഏത് ജനറലായിട്ട് ഇറ്റ് ഈസ് ദ മോസ്റ്റ് വാണ്ടഡ് തിങ് ഇൻ അവർ ലാബ്. അപ്പോൾ ലാബ് തന്നെ ആവണമെന്നില്ല, നമുക്ക് ആവശ്യമുള്ള ഒരു സാധനം. അപ്പോൾ ഇതൊക്കെ വളരെ ഉപയോഗപ്രദമായിട്ടുള്ള സെൻറ്റൻസുകളല്ലേ. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് പഠിക്കുക. ക്ലിയർ? ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇതിൽ വാണ്ട് വെച്ചിട്ട് കൂടുതൽ വരുന്ന സെൻറ്റൻസുകൾ നമുക്ക് ട്രാൻസ്ലേഷൻ ഗെയിമായിട്ട് വെക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ അറ്റൻഡ് ചെയ്യുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ഓൾ ദ ബെസ്റ്റ്, ടേക്ക് കെയർ.